കോന്നിയുടെ ജനനായകനെന്ന് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ നേതാവാണ് അടൂർ പ്രകാശ്. ദീർഘകാലമാണ് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. അടൂരിൽ വളരെ വ്യാപ്തിയുള്ള കുടുംബ ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഉള്ളയാളാണ് പ്രകാശ്. പൊതുവെ വലത് ചായ്വ് പ്രകടിപ്പിച്ചു വന്നിരുന്ന കോന്നി മണ്ഡലത്തിൽ ഒരു വട്ടം NSSന്റെ പാർട്ടിയായ NDPയും ജയിച്ചു കയറിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഒരു ഇടത് സ്ഥാനാർത്ഥി ജയിക്കുന്നത് 1991-ലാണ്. CPM സ്ഥാനാർത്ഥി M പത്മകുമാർ NDPയുടെ CP രാമചന്ദ്രൻ നായരെയാണ് തോൽപ്പിച്ചത്. 1996-ൽ പത്മകുമാറിനെ തോൽപ്പിച്ച് അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തെ ഏറ്റെടുത്തു. കടമ്പനിട്ട രാമകൃഷ്ണനെ അടക്കം പരീക്ഷിച്ച് CPM മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും അടൂർ പ്രകാശ് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മണ്ഡലം മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. കോന്നിയെ പോലൊരു സുരക്ഷിത കേന്ദ്രം ഉപേക്ഷിച്ചായിരുന്നു 2019-ൽ അടൂർ പ്രകാശിന്റെ തട്ടകമാറ്റം. അന്നത്തെ KPCC നേതൃത്വം ആവശ്യപ്പെട്ടത് താൻ അംഗീകരിച്ചു എന്നായിരുന്നു അടൂർ പ്രകാശ് പിന്നീട് പറഞ്ഞത്. ഏതായാലും അടൂർ പ്രകാശ് രാജിവെച്ച ശേഷം കോന്നി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ KU ജനീഷ് കുമാറാണ് വിജയിച്ചത്. യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളപ്പോൾ മുതൽക്കേ K കരുണാകരന്റെ അടുത്തയാളാണ് അടൂർ പ്രകാശ്. 1991-ലെ തെരഞ്ഞെടുപ്പിൽ കോന്നി സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പിച്ചായിരുന്നു 35-കാരനായ അടൂർ പ്രകാശ്. മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേര് പരക്കെ ചർച്ചയിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല. 1996-ലാണ് പ്രകാശിന് ആദ്യമായി സീറ്റ് ലഭിക്കുന്നത്. ആദ്യം ഹരിപ്പാട് മത്സരിക്കാൻ നിർദ്ദേശിച്ച രവി പിന്നീട് കോന്നിയിൽ നോമിനേഷൻ നൽകാൻ നിശ്ചയിക്കുകയായിരുന്നു. കോന്നി മണ്ഡലത്തിന്റെ സാമുദായിക സമവാക്യങ്ങൾ അടൂർ പ്രകാശിന് അത്രയും അനുകൂലമായി. തുടർച്ചയായി ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറാൻ അദ്ദേഹത്തിനായി. 2004-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് അടൂർ പ്രകാശ് ആദ്യമായി മന്ത്രിയാകുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു അദ്ദേഹം. 2012-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രിയായി. ആരോഗ്യ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. 1965-ൽ രൂപം കൊണ്ട കോന്നി മണ്ഡലത്തിലെ ആദ്യ MLA കോൺഗ്രസിന്റെ PJ തോമസ് ആയിരുന്നു. പിന്നീട് മണ്ഡലം ഇടതു വലത് മുന്നണികളെ മാറി മാറി തുണച്ചു. 1982 മുതൽ 1996 വരെ ജയിച്ചവരെല്ലാം മുന്നണി ഭേദമില്ലാതെ നിയമസഭയിൽ പ്രതിപക്ഷത്തായിരുന്നു എന്ന് മാത്രം. അതിന് മാറ്റം വന്നത് 2001-ൽ അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്തിയതോടെയാണ്. സിറ്റിംഗ് MLAയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A പത്മകുമാറിനെ 806 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് അടൂർ പ്രകാശ് ആദ്യമായി നിയമസഭയിലെത്തിയത്. അതിനുശേഷം നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ തേരോട്ടമായിരുന്നു. 2001-ൽ ആറന്മുള MLAയും കവിയുമായ കടമ്പനിട്ട രാമകൃഷ്ണനെ ഇറക്കി തിരിച്ചുപിടിക്കാൻ CPM ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. 14,050 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കടമ്പനിട്ടയെ തോൽപ്പിച്ചത്. 2006-ൽ CPMലെ VR ശിവരാജിനെ 14,895 വോട്ടിന്റെയും 2011-ൽ MS രാജേന്ദ്രനെ 7,774 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി പ്രകാശ് ഹാട്രിക് വിജയം നേടി. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMലെ R സനൽകുമാറിനെ 20,748 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് അടൂർ പ്രകാശ് 4ാം വിജയം നേടിയത്. 2014 തുടർച്ചയായ 5ാം ജയത്തിൽ അദ്ദേഹം നേടിയ ഭൂരിപക്ഷം 20,748. ആറ്റിങ്ങലിൽ നിന്ന് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് കോന്നിക്ക് പുതിയ നായകനെ തേടേണ്ടി വന്നിരുന്നത്. ആകസ്മികമായ ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള തിരിച്ചടിയായിരുന്നു സംഭവിച്ചത്. 54,099 വോട്ട് നേടിയാണ് DYFI നേതാവ് ജനീഷ് കുമാർ അടൂർ പ്രകാശിന് പകരം വന്ന P മോഹൻരാജിനെ മലർത്തിയടിച്ചത്. A സമ്പത്തിന്റെ കോട്ടയായിരുന്ന ആറ്റിങ്ങൽ പിടിച്ചെടുത്താണ് അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് പോയത്. അതേ നേതാവിന്റെ കോട്ട അടപടലം പൊളിച്ചെടുക്കിയാണ് KU ജനീഷ് കുമാർ കോന്നിയിൽ ചെങ്കൊടി നാട്ടിയത്. കോന്നി നഷ്ടപ്പെട്ടതോടെ UDFന് പത്തനംതിട്ട ജില്ല തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഏത് വിധേനയും അധികാരത്തിൽ വന്നേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ കോന്നിയും പത്തനംതിട്ടയും എല്ലാം പിടിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ അനിവാര്യത മുന്നിൽ കണ്ട് കോന്നിയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുവാനാണ് UDF ആലോചിക്കുന്നത്. അതിനിടയിലാണ് UDF കൺവീനറും MPയുമായ അടൂർ പ്രകാശ് തന്റെ പഴയ തട്ടകത്തിലേക്ക് തിരികെ എത്തുവാനുള്ള സാധ്യതകളും നോക്കുന്നത്. ഏറെക്കുറെ MPമാർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന നിലയിലുള്ള പ്രതികരണത്തിലൂടെ തന്റെ നിയമസഭയിലേക്കുള്ള തിരിച്ചുവരവ് അദ്ദേഹം തുറന്നുകാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അടൂർ പ്രകാശ് കോന്നിയിലേക്ക് മത്സരത്തിന് എത്തുവാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഉറപ്പാണ്.